കോഴിക്കോട് പാലേരിക്കുറ്റിയിൽ പടക്ക നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിയുണ്ടായി. കടിയങ്ങാട്ട് സ്വദേശി അനിൽകുമാറിന് പരിക്കേറ്റു. പാതി നിർമ്മാണം പൂർത്തിയാക്കിയ വീട്ടിലായിരുന്നു അനധികൃത പടക്ക നിർമ്മാണം. പടക്ക നിർമ്മാണത്തിനിടെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു. കടിയങ്ങാട് സ്വദേശി അനിൽകുമാർ എന്നയാൾക്കാണ് പരിക്ക് പറ്റിയത്. രാഹുൽ കെ വി ഉണ്ട്. രാഹുൽ, എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഇത് അനധികൃതമായിട്ടുള്ള പടക്ക നിർമ്മാണ കേന്ദ്രമാണോ, എന്താണ്? അനധികൃതമായാണ് ഇവിടെ ഈ പടക്കം സ്ഫോടക വസ്തുവിന്റെ നിർമ്മാണം നടന്നു വന്നത്. നാട്ടുകാരും ചില ആളുകളും ഉഗ്രസ്ഫോടനമുള്ള ബോംബ് പോലെയുള്ള വസ്തുവിന്റെ നിർമ്മാണമാണ് അവിടെ നടന്നു വന്നത് എന്ന് പരാതിപ്പെടുന്നുണ്ട്. പക്ഷെ പോലീസ് പ്രാഥമികമായി പരിശോധന നടത്തി പടക്ക നിർമ്മാണമാണ് സ്ഥലത്ത് നടന്നു എന്നാണ് അറിയിക്കുന്നത്. ഇവിടെ പാതി നിർമ്മാണം പൂർത്തിയാക്കിയ വീടാണ് ഈ പരിക്കേറ്റ പൊള്ളലേറ്റ അനിൽകുമാറിന്റെ ഭാര്യയുടെ വീടാണ്. കുറച്ചു നാളെ അവിടെ ആൾതാമസമില്ലായിരുന്നു. അങ്ങനെയുള്ള വീട്ടിലാണ് പടക്കത്തിന്റെ നിർമ്മാണം നടന്നു വന്നിരുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ സ്ഫോടനം സംഭവിക്കുന്നതും. ഇദ്ദേഹത്തെ അനിൽകുമാറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശരീരത്തിൽ മുഖത്തും നെഞ്ചിലും കൈകാലുകളിലും ഒക്കെ പൊള്ളലേറ്റിട്ടുണ്ട്. സ്ഥലത്ത് ഏതായാലും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. നാളെ സ്ഥലത്ത് ഫോറൻസിക് പരിശോധനയും ഉണ്ടാകും. എന്തായാലും അനധികൃതമായി നിർമ്മാണം നടന്നു വന്ന പടക്ക നിർമ്മാണം നടന്നു വന്ന സ്ഥലത്താണ് യുഗത്തിൽ സ്ഫോടനം ഉണ്ടാവുകയും പൊട്ടിത്തെറി ഉണ്ടാവുകയും അനിൽകുമാറിന് സാരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. സമഗ്രമായ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. രാഹുൽ കെ വിയാണ് വിവരങ്ങൾ നൽകിയത്.